വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇലക്ട്രിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ബേസിക് ഇലക്ട്രോണിക്സിന്റെ ഒരു മെഗാ മാരത്തോൺ MCQ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെമി കണ്ടക്ടർ ബേസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. PN ജംഗ്ഷൻ ഡയോഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, റെക്ടിഫയേഴ്സ് ഉണ്ട്, ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. സോ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. ക്വസ്റ്റ്യൻസ് പറയുന്നതോടൊപ്പം തന്നെ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ബേസിക്സിൽ നിന്നുള്ള MCQs ആണ്. Question number 1. In a semiconductor, which of the following carriers can contribute to the current? താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ കാരിയേഴ്സ് ആണ് സെമി കണ്ടക്ടറിൽ കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്ന ഇലക്ട്രോൺസ്, ഹോൾസ്, ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആൻഡ് നൺ ഓഫ് ദം. സോ നമുക്കറിയാം ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം അതില് ഇലക്ട്രോൺസും ഹോൾസും അങ്ങനെ രണ്ട് കാരിയേഴ്സ് ആണുള്ളത്. അതിൽ കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഹോൾസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളെ ഇലക്ട്രോൺ കറണ്ട്, ഹോൾ കറണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം? സി, ഓപ്ഷൻ സി, ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഉള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കാം. Second question, in which of the following semiconductor the concentration of holes and electrons are equal? ഏതൊക്കെ ഓപ്ഷൻ? ഇൻട്രിൻസിക് സെമികണ്ടക്ടർ, എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ, കോമ്പൗണ്ട് സെമികണ്ടക്ടർ ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. അപ്പൊ നോക്കൂ, നമ്മൾ സെമി കണ്ടക്ടറിൽ നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനും ഹോൾസിന്റെ കോൺസെൻട്രേഷനും ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്? നമ്മളിപ്പോ ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, കോമ്പൗണ്ട് സെമികണ്ടക്ടർ, എന്താണ് ഇതൊക്കെ? ഏറ്റവും പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു രീതിയിലുള്ള ഇംപ്യൂരിറ്റീസും ആഡ് ചെയ്യാതെ പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടർ. ഓക്കെ, അതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സിലിക്കൺ, ജർമേനിയം ഒക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അതിനകത്തേക്ക് ഡോപ്പിംഗ് ചെയ്യും അല്ലെ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോണർ, ആക്സെപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒന്നില്ലെങ്കിൽ പെന്റാവാലന്റ് അല്ലെങ്കിൽ ട്രൈവാലന്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ കിട്ടുന്നത്. അതിൽ നമ്മൾ അഗൈൻ P ടൈപ്പ് ആയിട്ടും N ടൈപ്പ് ആയിട്ടും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെന്റിൽ വരാതെ, ഇപ്പൊ ഗാലിയം ഫോസ്ഫേറ്റ് അങ്ങനെ നമ്മൾ ഏതെങ്കിലും രണ്ട് എലമെന്റ്സ് ചേർന്നിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. രണ്ട് എലമെന്റ്സ് ചേർന്നിട്ടുള്ള, അപ്പൊ ഗാലിയം ആർസനൈഡ് ആവാം, ഓക്കെ, ഗാലിയം ഫോസ്ഫൈഡ് ആവാം, അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹോൾസും ഇലക്ട്രോൺസിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആയിട്ട് വരുന്നത് ഏത് സെമി കണ്ടക്ടറിലാണ്? ഏത് സെമി കണ്ടക്ടറിലായിരിക്കും? അതായത് Ni is equal to Pi. Ni എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ, Pi എന്ന് പറയുന്നത് ഹോളിന്റെ കോൺസെൻട്രേഷൻ. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ is the correct answer. Question number 3. What do you mean by the term freeze out? ഫ്രീസ് ഔട്ട് സെമി കണ്ടക്ടർ ഫിസിക്സിൽ നമ്മൾ എന്തിനാണ് ഈ ഫ്രീസ് ഔട്ട് എന്നുള്ള ടേം കൊണ്ട് വിശേഷിപ്പിക്കുന്നതെന്നാണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. All the electrons are frozen at room temperature. എല്ലാ ഇലക്ട്രോൺസും റൂം ടെമ്പറേച്ചറിൽ ഫ്രോസൺ ആവുന്നതിനെയാണ് പറയുന്നതെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ, none of the electrons are thermally elevated to conduction band. ഒരു ഇലക്ട്രോണും തെർമലി എലവേറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ എത്താതിരിക്കുന്ന ഒരവസ്ഥ. ഓപ്ഷൻ സി, ഓൾ ദ ഇലക്ട്രോൺസ് ആർ ഇൻ കണ്ടക്ഷൻ ബാൻഡ്. എല്ലാ ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡിൽ പോയിട്ടുള്ള ഒരു അവസ്ഥ. ഓപ്ഷൻ ഡി, ഓൾ ദ ഹോൾസ് ആർ ഇൻ ദ വാലൻസ് ബാൻഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് റയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ അധികം ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഫ്രീസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇലക്ട്രോണും തെർമലി എലവേറ്റ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഫ്രീസ് ഔട്ട് എന്ന് പറയുന്നത്. Okay, that is none of the electrons are transmitted to the conduction band, and that is the freeze out condition. So option B is the correct answer. Question number 4. Which of the following band is just above the intrinsic Fermi level for N-type semiconductor? Fermi level. അപ്പൊ നമ്മൾ ഈ എനർജി ബാൻഡ് ഡയഗ്രം നമുക്ക് നന്നായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഫെർമി ലെവലിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ തിയറിയിലൊക്കെ, നമ്മൾ കോഴ്സിൽ നമ്മൾ തിയറിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫെർമി ലെവലിനെ കുറിച്ചൊക്കെ പറയും. അപ്പോ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ, ഇപ്പൊ അതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ ഈ ഒരു ഡയഗ്രാം നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതി. അത് നമുക്കറിയാം, നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ആണ് അല്ലേ ഉള്ളത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും. അപ്പൊ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഈ ഫെർമി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും
മിഡിൽ പോർഷനിലായിട്ടായിരിക്കും വരിക. അതേസമയം അത് എൻ ടൈപ്പ് ആവുമ്പോൾ ഫെർമി ലെവല് കണ്ടക്ഷൻ ബാൻഡിനോട് അടുത്തേക്കും, പി ടൈപ്പ് ആവുമ്പോൾ ഫെർമി ലെവല് വാലൻസ് ബാൻഡിന്റെ അടുത്തേക്ക് വരും. കാരണം എൻ ടൈപ്പിൽ ഏതാണ് മെജോറിറ്റി കാരിയേഴ്സ്? ഇലക്ട്രോൺസ് അല്ലേ. പി ടൈപ്പിൽ ഏതാണ്? ഹോൾസ് അല്ലേ. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ഇലക്ട്രോൺസ് കൂടുതലുള്ളതിൽ ഫെർമി ലെവൽ കണ്ടക്ഷൻ ബാൻഡിലേക്കും, ഹോൾസ് കൂടുതലുള്ള ഫെർമി ലെവൽ വാലൻസ് ബാൻഡിന്റെയും അവിടേക്ക് വരും. ഇനി നമുക്ക് അറിയേണ്ടത് അവിടുത്തെ നമ്മുടെ ഡോണറിന്റെ ഈ പറഞ്ഞ പോലെ ഡോണറിന്റെ ലെവൽ അല്ലെങ്കിൽ ഡോണർ ബാൻഡ് എവിടെ വരുന്നു, അതുപോലെ ആക്സെപ്റ്റർ ലെവൽ എവിടെ വരുന്നു. അപ്പൊ ഡോണർ ലെവൽ നോക്കൂ. അതായത് ഡോണർ ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഫെർമി ലെവലും, ഈ ലൈനാണ് ഡോണർ ലെവല്. അതേപോലെ തന്നെ ഈ ലെവലാണ് ആക്സെപ്റ്റർ ലെവൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാൻഡ് ഈസ് ജസ്റ്റ് അബൌവ് ദ ഇൻട്രൻസിക് ഫെർമി ലെവൽ. ഇതാണ് ഇൻട്രൻസിക് ഫെർമി ലെവൽ. ഓക്കെ, ഈ ഇൻട്രൻസിക് ഫെർമി ലെവലിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നത് ഏതാണ്? ഏതില്? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ. ഓപ്ഷൻ തന്നിരിക്കുന്ന ഡോണർ ബാൻഡ്, വാലൻസ് ബാൻഡ്, ആക്സെപ്റ്റർ ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പോവാ ഈ ഫെർമി ലെവലിന്റെ മുകളിലുള്ള കണ്ടക്ഷൻ ബാൻഡ് എന്ന് എഴുതാൻ തോന്നും. പക്ഷെ ആ ക്വസ്റ്റ്യനിലുള്ള ഒരു എന്താ പറയാ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രൻസിക് ഫെർമി ലെവലിന്റെ തൊട്ട് മുകളിൽ വരുന്ന ബാൻഡ് ഏതാ? അത് ഏത് ബാൻഡ് ആയിരിക്കും? ഈ ഡോണർ ലെവൽ അല്ലേ വരിക, ഡോണർ ബാൻഡിലെ വരിക. സോ എൻ ടൈപ്പില് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ ഇവിടുത്തെ ഇൻട്രൻസിക് ഫെർമി ലെവലിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്നത് ഡോണർ ബാൻഡ് ആണ്, ഡോണർ ലെവലാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അപ്പൊ ഫെർമി ലെവലിൽ നമുക്ക് ഒത്തിരി പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫിഗർ എങ്കിലും പഠിച്ചു വെച്ചാൽ കുറച്ച് ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ സിലിക്കൺ ക്രിസ്റ്റൽ സ്ട്രക്ചർ ദ റീകോമ്പിനേഷൻ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ്. സിലിക്കൺ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ റീകോമ്പിനേഷൻ, അതായത് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ, അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചോദിക്കുന്നത്. covalent bond, free electrons, free holes, free electrons and holes. Recombination നടക്കുന്നത് ഇലക്ട്രോൺസും ഹോൾസും തമ്മിലല്ലേ. അപ്പോ ആ റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറയുന്നതും എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Question number 6. The number of valence electrons in phosphorus and silicon are respectively. അപ്പൊ പി എന്ന് പറഞ്ഞാൽ എന്താ, എസ് ഐ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമുക്ക് അറിയണം. അത് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പി ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ പെന്റാവാലന്റ് ആണ് അല്ലെ. അപ്പൊ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? 5. സിലിക്കൺ എന്ന് പറയുന്നതോ, സിലിക്കൺ നമുക്കറിയാം ടെട്രാവാലന്റ്. സോ അതിൽ എത്രയാണ്? 4. സെമി കണ്ടക്ടേഴ്സിൽ നമുക്ക് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. അതിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത് പെന്റാവാലന്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും ട്രൈവാലന്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസും ആഡ് ചെയ്യും. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് പറഞ്ഞാൽ 5, നമുക്ക് എൻ ടൈപ്പ് കിട്ടും. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ വാലൻസിൽ 3, അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് പി ടൈപ്പ് സെമി കണ്ടക്ടർ എക്സ്റ്റൻസിക് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത്. സോ വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ 5, അതേപോലെ സിലിക്കണിൽ 4 ആണ്. സോ 5 and 4 കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Question number 7. The resistivity of pure germanium under the standard condition is about. ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. 60 ohm centimeter ആണ് വരുന്നത്. Option B is the correct answer. Question number 8. When a pure semiconductor is heated, its resistance എന്ത് സംഭവിക്കും? അത് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് സെമികണ്ടക്ടർ എന്താണ്. അപ്പോ അതില് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് സെമികണ്ടക്ടറിനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. സോ when a pure semiconductor is heated, its resistance എന്ത് സംഭവിക്കും? goes down, താഴത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ is the correct answer. Question number 9. If the conductivity of a semiconductor is only due to break of covalent bond due to the thermal excitation, then the semiconductor is called. ഇത് നമ്മൾ ഈ ഇൻട്രൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും ഒക്കെ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു ഡെഫിനേഷൻ. അതായത് തെർമൽ എക്സൈറ്റേഷൻ വഴി കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തത് കൊണ്ട് മാത്രം കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്ന സെമി കണ്ടക്ടർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് ഏത് സെമി കണ്ടക്ടർ ആണ്? അതായത് പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടർ ആണ്, ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ആണ്. കാരണം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലൊക്കെ കണ്ടക്ടിവിറ്റി എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ഡോപ്പിംഗ് വഴിയാണ് അവിടെ പിന്നെ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തെർമൽ എക്സൈറ്റേഷൻ കാരണം കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തത് കൊണ്ട് മാത്രം കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്ന സെമി കണ്ടക്ടർ ഏതാണ്? ഇറ്റ് ഈസ് എ പ്യുവർ ഫോം ഓഫ് സെമി കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. And last question for this session, a hole in a p-type semiconductor is. നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്ക് ചിലരുടെയെങ്കിലും ഒരു ധാരണ, ഈ ഇലക്ട്രോൺസ് പോലെ തന്നെയുള്ള ഒരു സാധനമാണ് ഹോൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഹോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല. ഓക്കെ, ഇലക്ട്രോണിന്റെ ഒരു വാക്കൻസി അല്ലെങ്കിൽ മിസ്സിംഗ് ഓഫ് ഇലക്ട്രോൺ
ഇലക്ട്രോൺ ഇല്ലാത്തൊരവസ്ഥ, അതിനെയാണ് ശരിക്കും പറഞ്ഞ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിസ്സിംഗ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഇല്ലാത്ത ആ ഒരു വേക്കന്റ് ആയിട്ടുള്ള ഒരു പോർഷനെ നമ്മൾ പറയുന്ന ഒരു പേര് മാത്രമാണ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ഹോൾ ഇൻ എ p-type semiconductor, it is a missing electron. Option C is the correct answer. സോ സെമി കണ്ടക്ടർ ബേസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് PN ജംഗ്ഷൻ ഡയോഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. First question. In a PN junction diode, during reverse bias, a small current develops and it is known as. ഒരു PN junction diode reverse biased condition ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ടിനെ പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ആ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കൂ. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ഫോർവേഡ് കറന്റ്, സെക്കൻഡ് വൺ റിവേഴ്സ് കറന്റ്, തേർഡ് ഓപ്ഷൻ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ്, and the fourth option is active current. അപ്പോൾ റിവേഴ്സ് ബൈസ്ഡ് കണ്ടീഷനിലായതുകൊണ്ട് ഫോർവേഡ് കറന്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കില്ല നമുക്ക് ഓർപ്പിക്കാം. ഓക്കെ, പിന്നെയുള്ള മൂന്ന് ഓപ്ഷൻസ് ആണ് റിവേഴ്സ് കറന്റ്, റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ്, ആക്റ്റീവ് കറന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പം ഒരു PN ജംഗ്ഷൻ ഡയോഡിന്റെ VI നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബൈസ്ഡ് കണ്ടീഷനിലാണ്, ഫോർവേഡ് കറന്റ് ആണ്. ഇനി റിവേഴ്സ് ബയസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്കറിയാം റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത് വരെ ഒരു വളരെ ചെറിയ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കറണ്ടും ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട് വരും എന്നുള്ളതാണ്. ആക്ച്വലി അതിൽ ഡയോഡ് ബ്രേക്ക് ഡൗൺ ആവും, എന്നാലും അവിടെ ഒരു ഹെവി ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? അപ്പൊ റിവേഴ്സ് കറണ്ടും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. ഇതില് ഈ റിവേഴ്സ് കറന്റ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള കറന്റിന് നമ്മൾ പറയുന്നതാണ് റിവേഴ്സ് കറന്റ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്മോൾ കറന്റ് ഡെവലപ്സ്, അതിനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിന് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ആൻഡ് ഇറ്റ് ഈസ് ഫോൺ ബൈ, എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബൈ ദ ഇൻഡ്യൂസ്ഡ് ബൈ ദ മൈനോറിറ്റി കാരിയർ മൈഗ്രേഷൻ. ഓക്കെ, ആ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാവുന്ന ഡിഫ്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി കാരിയേഴ്സ് കാരണം ഉണ്ടാവുന്ന കറണ്ട് ആണ് ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റിവേഴ്സ് കറണ്ട് ഇൻ ദ സെമി കണ്ടക്ടർ ഡയോഡ്. ഓക്കെ, സെമി കണ്ടക്ടർ ഡയോഡില് റിവേഴ്സ് കറണ്ടിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു നെഗറ്റീവ് കറണ്ട് എന്നും വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ റിവേഴ്സ് കറണ്ടും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് ഏതാണ് വരിക? ഇറ്റ് ഈസ് എ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ present at the potential barrier of a PN junction when no external voltage is applied? Another interesting question. നമ്മളൊരു കാര്യം നമ്മൾ ഈ PN ജംഗ്ഷൻ ഡയോഡൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ പല MCQസും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്രയൊക്കെ നമ്മൾ PN ജംഗ്ഷൻ തിയറി പഠിച്ചാലും PN ജംഗ്ഷൻ ഡയോഡിന്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും കുറേ അധികം MCQസിലൂടെ കടന്നു പോയാലാണ് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തിങ്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ കുറെ MCQs ഡിസ്കസ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. ഒരു PN ജംഗ്ഷൻ ഡയോഡ് നമ്മൾ നോ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടീഷൻ? സീറോ ബയസ്, അല്ലെ? സീറോ ബയസ് കണ്ടീഷൻ ആണ്. നമ്മൾ മെയിൻ ആയിട്ട് 3 ബയസിംഗ് ആണ് നമുക്ക് PN ജംഗ്ഷനിൽ വരുന്നത്. സീറോ ബയസ്, ഫോർവേഡ് ബയസ് ആൻഡ് റിവേഴ്സ് ബയസ്. അപ്പൊ ഈ സീറോ ബയസ് ഇവിടെ നേരിട്ട് പറഞ്ഞിട്ടില്ല. നോ എക്സ്റ്റേണൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് എന്ന് പറയുന്നത് നമ്മളത് സീറോ ബയസ് അല്ലെങ്കിൽ അൺബയസ്ഡ് കണ്ടീഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ എന്താ ചോദിച്ചിരിക്കുന്ന? പൊട്ടൻഷ്യൽ ബാരിയറിന്റെ അവിടെ എന്താണ് പ്രസന്റ് ആയിട്ടിരിക്കുന്നത്? ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമ്മൾ ആലോചിച്ചാൽ ഇലക്ട്രോൺസും ഹോൾസും ആണ്. ഒരു ഭാഗത്തുനിന്ന് ഇലക്ട്രോൺസും ഒരു ഭാഗത്തുനിന്ന് മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് ആണോ എന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരില്ല. അപ്പൊ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? നമുക്കറിയാം, ആ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഇവിടെ ആ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്ലീഷൻ റീജിയനിൽ എന്ത് മാത്രമാണ് ഉണ്ടാവുക? യെസ്, അയോൺസ് മാത്രമാണ് ഉണ്ടാവുക, അല്ലെ? അതായത് ഈ പി റീജിയന്റെ ഭാഗത്തായിട്ട് നെഗറ്റീവ് അയോൺസും N റീജിയന്റെ ഭാഗത്തായിട്ട് പോസിറ്റീവ് അയോൺസും ആണ് ഉണ്ടാവുന്നത്. ആ അയോൺസ് അങ്ങനെ ഇമ്മൊബൈൽ ആയിട്ട് അവിടെ അയോൺസ് നിൽക്കുന്നത് കൊണ്ടാണ് ഫർദർ കാരിയർ മൂവ്മെന്റ് ഒന്നും നടക്കാതെ, കറന്റ് ഫ്ലോ ഒന്നും നടക്കാതെ ജസ്റ്റ് ആ ഡയോഡ് ഇങ്ങനെ നിൽക്കുന്നത്. അത് പിന്നെ നമുക്ക് അവിടെ കറന്റ് ഫ്ലോ
സീറോ വരണം അല്ലെങ്കിൽ കാരിയേഴ്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചെയ്യണം? ബയസിങ് ചെയ്യണം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്രാംസ് ഒക്കെ വെച്ച് നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്തവർക്ക് അറിയാം, നമ്മൾ അതിന്റെ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഓരോ കാര്യങ്ങളും പോയിന്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് ഫിഗർ നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് മാർക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം? എക്സ്റ്റേണലി നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാത്ത ഒരു കണ്ടീഷൻ, അതായത് അൺബയസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ, സീറോ ബയസ്ഡ് കണ്ടീഷനിൽ നമുക്ക് ആ ഒരു ബാരിയറിൽ വരുന്നത് എന്താണ്? പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ആണ്. സോ വിച്ച് ഇസ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി is the correct answer. Okay, next question. What is the minimum voltage required to make the PN junction of a real silicon diode in forward biased condition? ഒരു സിലിക്കൺ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ വരാനുള്ള മിനിമം വോൾട്ടേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിലിക്കൺ ഡയോഡിന്റെയും അതേപോലെ തന്നെ ജെർമേനിയത്തിന്റെ ഒക്കെ കട്ട് ഇൻ വോൾട്ടേജ് എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യനെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ അതിന് വേറൊരു പേര് നമ്മൾ പറയും നീ വോൾട്ടേജ് എന്ന്, അല്ലെ? അതായത് നമ്മൾ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഒരു മിനിമം വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ബാരിയർ ക്രോസ് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് ഈ ബാരിയർ പൊട്ടൻഷ്യലിന് വളരെ അടുത്തിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് നമ്മൾ ഈ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ എത്രയാണെന്നാണ് ഇവിടെയും ചോദിക്കുന്നത്. അതായത് അതാണ് ഏറ്റവും മിനിമം വോൾട്ടേജ് നമുക്കൊരു പി എൻ ജംഗ്ഷൻ നമ്മൾ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ മൂവ് ചെയ്യാൻ, കാരിയേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു വോൾട്ടേജ് ആണ് നമ്മൾ കട്ട് ഇൻ വോൾട്ടേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് എത്രയാണ് നമുക്ക് വാല്യൂ വരുന്നത്? സിലിക്കണിൽ അത് 0.7 വോൾട്ട് ആണ് വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Question number 4. Which of the following statement is correct under forward biased PN diode? അതായത് ഒരു PN junction ഡയോഡിൽ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. Current enters inside as whole current and leaves p side as electron current. Current enters inside as electron current and leaves p side as whole current. Current enters p side as whole current and leaves inside as electron current. Current enters p side as whole current and leaves p side as ഇലക്ട്രോൺ കറന്റ്. മൊത്തത്തിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സംഭവം നമുക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഹോൾസ് മൂവ് ചെയ്യുന്നതും അതുപോലെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ അത് കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലാണോ അതിന്റെ അതായത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് ഉണ്ടാവുന്നത്? അതായത് ഹോൾസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും നമുക്ക് എന്ത് ഉണ്ടാവുക? കറന്റ് ഫ്ലോ ഉണ്ടാവുക. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് ഉണ്ടാവുന്നത്? കറന്റ് ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പി സൈഡിൽ നിന്നും പി സൈഡിൽ നമുക്ക് കറണ്ട് എൻ്റർ ചെയ്യുന്നത് ഹോൾ കറണ്ട് ആയിട്ടും എൻ സൈഡില് നമ്മൾ കറണ്ട് ലീവ് ചെയ്യുന്നത് ഇലക്ട്രോൺ കറണ്ട് ആയിട്ടുമാണ്. അത് മാത്രം അറിഞ്ഞാൽ മതി, വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പി സൈഡിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യുന്ന ഹോൾ കറണ്ട് ആയിട്ടും എൻ സൈഡിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നത് ഇലക്ട്രോൺ കറണ്ട് ആയിട്ടുമാണ്. സോ അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ഒരു വർക്കിംഗ് നമ്മൾ പറയുന്നത് അണ്ടർ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 5. What are the parameters over which a diode characteristics curve is made? അപ്പൊ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് അതായത് IV ക്യാര നമ്മൾ വരയ്ക്കുന്നത് നെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെ പാരാമീറ്റേഴ്സ് എന്നുള്ളതാണ്. സോ IV ക്യാര എന്ന് പറയുന്നത് കറണ്ടും വോൾട്ടേജും തമ്മിലാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഇറ്റ് ഈസ് ഓപ്ഷൻ D. Next question, which is an example of PN junction diode? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റർ, ഫോട്ടോവോൾട്ടായിക് സെൽ ആൻഡ് കപ്പാസിറ്റർ. അപ്പൊ ഇതിൽ ഏതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിന് എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം ഇറ്റ് ഇസ് LED. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ഡയോഡ് വിച്ച് ആർ ഫോർവേഡ് ബയസ്ഡ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് 4 ഡയോഡ്സ് തന്നിട്ടുണ്ട്. അതില് ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ബേസിക് ഐഡിയ എന്താണ്? അതായത് പി സൈഡ് എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ ദാൻ എൻ സൈഡ്. അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഫസ്റ്റത്തേന് നോക്കൂ, പോസിറ്റീവില് 10 വോൾട്ടും നെഗറ്റീവില് 5 വോൾട്ടും ആണ് അല്ലെ? അപ്പോ അതിൽ എന്താണ് പോസിറ്റീവ്, അതായത് പി സൈഡ് എന്ന് പറയുന്നത് ഡയോഡിന്റെ പി സൈഡ് ഹയർ പൊട്ടൻഷ്യലിലാണ്, മറ്റത് ലോവർ പൊട്ടൻഷ്യലിലാണ്. സോ എ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് ആണ്.
രണ്ടാമത്തെ നോക്കാം. പോസിറ്റീവ് സൈഡിൽ അത് -10ലും ഇത് ഗ്രൗണ്ടിലുമാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അതായത് അതായത് PN ജംഗ്ഷനിലെ P എന്ന് പറയുന്നത് നമുക്ക് ഹയർ പൊട്ടൻഷ്യലിലാണെന്ന് പറയാൻ പറ്റുമോ? നോ. അപ്പൊ B ആയിരിക്കില്ല. അടുത്ത C നോക്കാം. സിയിൽ എന്ന് പറയുന്നത് Pയില് -5ഉം അതുപോലെ Nല് -12ഉം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടും നെഗറ്റീവ് ആണെന്ന് പറയുന്നത് നമുക്ക് ഇത് ഓക്കെ, ഇത് ഫോർവേഡ് ബയസ്ഡ് അല്ല എന്നില്ല. നമ്മളുടെ കണ്ടീഷൻ ഇതാണ്. P side എന്ന് പറയുന്നത് it should be at higher potential than compared to N side. So C is also forward biased. And coming to D, ഇവിടെ P എന്ന് പറയുന്നത് ഗ്രൗണ്ടിലും അതുപോലെ തന്നെ N എന്ന് പറയുന്നത് +5ലുമാണ്. അപ്പൊ അതും നമുക്ക് ഫോർവേഡ് ബയസ്ഡിൽ പറയാൻ പറ്റില്ല. സോ ഏതൊക്കെയാണ് വരുന്നത്? എയും സിയുമാണ് ഇവിടെ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ശ്രദ്ധിക്കുക. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Okay, next question. What happens when trivalent impurities are added to pure semiconductor? Pure semiconductorലേക്ക് നമ്മൾ trivalent impurities ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സെമികണ്ടക്ടറിൽ നമുക്ക് രണ്ട് ടൈപ്പ്, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഇൻട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറയുന്നതാണ് പ്യുവർ ഫോമിലുള്ള സെമികണ്ടക്ടർ. അതിനകത്തേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് പി ടൈപ്പ്, ആൻഡ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എൻ ടൈപ്പ്. അപ്പൊ അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ജനറൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്ന ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണെന്നും അതുപോലെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസിന്റെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. Next question, which impurity should be added to pure semiconductor to make an n-type semiconductor? അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഗാലിയം, ഫോസ്ഫറസ്, ഇൻഡിയം, അലുമിനിയം. അപ്പൊ ഇത്രയും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ആഡ് ചെയ്യേണ്ടതാണ് ചോദിച്ചത്. അപ്പൊ എൻ ടൈപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ആഡ് ചെയ്യണം? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി? ഫോസ്ഫറസ് മാത്രമാണ് ഇതിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വരുന്നത്. ബാക്കിയുള്ളതെല്ലാം ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. സോ ആ എക്സാമ്പിൾസ് പേരുകൾ ഒന്ന് പഠിച്ചു വെക്കണമെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. And last question, forward biased PN junction diode has a resistance of the order. PN junction diode forward bias ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഓർഡർ ഓംസിലും ഓം റേഞ്ചിലും ഒരു 100 ഓം അങ്ങനെയൊക്കെ വരും. ഒപ്പം തന്നെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു മെഗാ ഓം റേഞ്ചിലായിരിക്കും, കാരണം റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും അല്ലെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ. സോ ഇവിടെ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നമ്മൾ PN junction ഡയോഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ PN ജംഗ്ഷൻ ഡയോഡിന്റെ MCQ നമ്മൾ നോക്കി. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് എന്നുള്ള MCQs നോക്കാം. Question number 1, which of the following has negative resistance region of operation? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്നത് ഏതാണെന്നാണ്. ഇപ്പൊ സെന ഡയോഡ്, ടണൽ ഡയോഡ്, ഫോട്ടോ ഡയോഡ്, LED. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ തന്നെ IV ക്യാര നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് ഇതിന്റെ എല്ലാം IV ക്യാര എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് നമുക്ക് ഓർമ്മ വരണം ഏതിനാണ് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്നത് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ടണൽ ഡയോഡ്. ടണൽ ഡയോഡിലാണ്, ടണൽ ഡയോഡിന്റെ IV ക്യാരയാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വോൾട്ടേജ് അനുസരിച്ച് കറണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഈ ഒരു ഡൗൺവേർഡ് വരുന്ന ഈ ഒരു പോർഷനെയാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉള്ള ഓപ്പറേഷൻ ഉള്ള ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടണൽ ഡയോഡ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. Next question, LED works on the principle of, എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. photoluminescence, electroluminescence, catholuminescence and radioluminescence. So we know that it is light emitting diode and it is light means photo. So photoluminescence is the correct answer. Option A is the correct answer. Question number 3, pin diode. Pin diode has P and N layers separated by one layer, P plus and N plus layers separated by one layer. Then P and N layers separated by one layer. Either B or C. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിൻ എന്ന് പറയുന്നത് പിയും എന്നും അതിന്റെ ഇടയിൽ ഒരു ഇൻട്രൻസിക് റീജിയൺ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പിൻ ഡയോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ നോക്കൂ, പിയും എൻ ലെയേഴ്സ് പറഞ്ഞിട്ട് പി പ്ലസ് പി മൈനസ്, അതിലായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരെ. അപ്പൊ ഇവിടെ എന്താണ് ഇത് മീൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം ഡോപ്പിംഗ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും പിൻ ഡയോഡില്, പി റീജിയനിലും പി ലെയറിലും എൻ ലെയറിലും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന പി പ്ലസ് അതുപോലെ തന്നെ എൻ പ്ലസ് എന്ന് വെച്ചിട്ടാണ്.
അപ്പൊ നമ്മൾ ആൻസർ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിന്റെ ഫിഗറിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് പിയും എന്നും പി പ്ലസ് എൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൻഡ് ഐ ഈസ് ഇൻട്രിൻസിക് ലെയർ ഇൻ ബിറ്റ്വീൻ ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? പി പ്ലസ് ആൻഡ് എൻ പ്ലസ് layers separated by one layer. It is the pin diode. So option B is the correct answer. Next question, Schottky diodes are also called as. Schottky diode മറ്റു പേരാണ് മെറ്റൽ ഡയോഡ്, ഹോട്ട് കാരിയർ ഡയോഡ്, സിഗ്നലിംഗ് ഡയോഡ്, ഈസി ടേൺ ഓൺ ഡയോഡ്. അപ്പോ ഈ ഷോട്ട്കി ഡയോഡിന്റെ വേറെ പേരാണ് ചോദിക്കുന്നത്. ഷോട്ട്കി ഡയോഡിന് ഒരുപാടധികം പേരുകളുണ്ട് ആൻഡ് വൺ ഓഫ് ദ നെയിം ഈസ് ഹോട്ട് കാരിയർ ഡയോഡ്. ഓക്കെ, ഷോട്ട്കി ഡയോഡിന്റെ മറ്റൊരു പേരാണ് ഹോട്ട് കാരിയർ ഡയോഡ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് കൂടി പറയാം. നമ്മൾ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ വെക്കുന്ന സമയത്ത് ഓക്കെ, ഇൻസൈഡിലുള്ള ഇലക്ട്രോൺസിന് ധാരാളം എനർജി കിട്ടിയിട്ട് അത് ഈ മെറ്റലിലൂടെ എന്ത് ചെയ്ത് ക്രോസ് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ആ ഇലക്ട്രോൺസിനെയാണ് അതായത് വിത്ത് ഹൈ എനർജി മെറ്റലിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോൺസിനെ പറയുന്ന പേരാണ് ഹോട്ട് കാരിയേഴ്സ്. അങ്ങനെയാണ് ഷോട്ട്കി ഡയോഡിന് നമ്മൾ ഹോട്ട് കാരിയർ ഡയോഡ് എന്ന് പറയുന്നത്. അതല്ലാതെ ഷോട്ട്കി ഡയോഡിന് മറ്റൊരു ഷോട്ട്കി ബാരിയർ ഡയോഡ് എന്നും അതിന് പറയാറുണ്ട്. സോ ഷോട്ട്കി ഡയോഡ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഹോട്ട് കാരിയർ ഡയോഡ്. Option B is the correct answer. Next question, which metal is generally used for the manufacturing of Zener diode? Zener diode manufacture ചെയ്യാൻ ഏതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? സിലിക്കൺ, ജെർമേനിയം, മെർക്കുറി, ആർസെനിക്. അപ്പോൾ ഇതിൽ സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റീസൺ ഈസ് ദാറ്റ് സിലിക്കണിന്റെ ഹൈ ഹീറ്റ് അതുപോലെ തന്നെ കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ആണ് നമ്മൾ സെനർ ഡയോഡ് മാനുഫാക്ചർ ചെയ്യാൻ കൂടുതലും ആപ്ലിക്കേഷൻ വരുന്നത് സിലിക്കൺ ആണ്. നമുക്കറിയാം കൂടുതൽ സെമി കണ്ടക്ടർ ഡയോഡ്സിലൊക്കെ സിലിക്കൺ തന്നെയാണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ സെനർ ഡയോഡിൽ നമ്മൾ സിലിക്കൺ തന്നെയാണ് വരുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റെസ്പോൺസ് ടൈം ഓഫ് LED? LED റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് നാനോ സെക്കൻഡ്സ് റേഞ്ചിലാണ്, ഓർഡറിലാണ് വരുന്നത്. സോ നാനോ സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? 10⁻⁶, 10⁻�9, 10⁻⁻15, 10⁻3. നാനോ സെക്കൻഡ്സ്. So it is 10⁻⁹. Option B is the correct answer. Next question, which of the following is correct about photodiode electronic devices? Photodiode ആയിട്ട് relate ചെയ്തിട്ട് correct ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. PN junction is connected in reverse bias. Electron hole pairs are generated by impurity injection and depletion layer. It is a photovoltaic cell. No external voltage is applied. അപ്പോൾ ഫോട്ടോ ഡയോഡിനെ കുറിച്ച് നമ്മൾ അറിയണം. ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്ന ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് സെല്ലാണ്. ഇതിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൽ എങ്ങനെയാണ് നമ്മൾ ബയസ് ചെയ്യുന്നത്? റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലാണ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഓപ്ഷൻസിൽ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ PN ജംഗ്ഷൻ ഈസ് കണക്റ്റഡ് റിവേഴ്സ് ബയസ് വന്നിട്ടുണ്ട്. സോ അത് കറക്റ്റ് ആണ്. പിന്നെ ഫോട്ടോ വോൾട്ടൈക് സെല്ലാണെന്ന് പറയുന്നത് അത് റോങ് ആണ്. നോ എക്സ്റ്റേണൽ വോൾട്ടേജ് ഇസ് അപ്ലൈഡ് എന്ന് പറയുന്നത് റോങ് ആണ്. ഇലക്ട്രോൺ ഹോൾ പെയർസ് ആർ ജനറേറ്റഡ് ബൈ ഇംപ്യൂരിറ്റി ഇൻജെക്ഷൻ, അതും കറക്റ്റ് അല്ല. So correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. So option A is the correct answer. Question number 8. What type of semiconductor is used in LED electronic circuits? LED electronic circuits നമ്മൾ ഏത് type of semiconductors ആണ് യൂസ് ചെയ്യുന്നത്? Intrinsic semiconductor, compound semiconductor, degenerated semiconductor and compensated semiconductor. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1-2 പോയിന്റ്സ് ഉണ്ട്. LED നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് എലമെന്റൽ ടൈപ്പ് ആയിരിക്കില്ല, കമ്പൈൻ ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിൽ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ് കോമ്പൗണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോട്ടോൺസില് ഈ ഫോട്ടോൺസ് ആർ ഈസിലി ജനറേറ്റഡ്. നമ്മളെ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്ന സമയത്ത് റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ഫോട്ടോൺസ് ഈസിലി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ റീസൺ. ഫോട്ടോൺസ് ആർ ഈസിലി ജനറേറ്റഡ് വെൻ ഇലക്ട്രോൺസ് റിലീസ് എനർജി ഡ്യൂറിംഗ് റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് LED വർക്കിംഗ് അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ഫോട്ടോൺസ് ഈസിലി ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കുറച്ച് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കണം. അപ്പൊ അത് വരുന്നത് കോമ്പൗണ്ട് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലാണ്. സോ ദാറ്റ് ഈസ് റീസൺ. Compound type semiconductors are used in LED electronic circuits. Option B is the correct answer. Which of the following diode is used in adjustable band pass filter electronic circuit? Adjustable band pass filter ൽ നമ്മൾ ഏത് type of diode ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. Zener diode, varactor diode, tunnel diode and Schottky diode. അപ്പോൾ ബാൻഡ് പാസ് ഫിൽറ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫിൽറ്ററിംഗ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും ഒക്കെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിനനുസരിച്ച് നമുക്ക് കപ്പാസിറ്റൻസ് വേരി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് വാരക്ടർ ഡയോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാരി ക്യാപ്പ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക, ഈ പറഞ്ഞ പോലെ ഒരു അഡ്ജസ്റ്റബിൾ കപ്പാസിറ്റൻസ് വരുന്ന ഒരു ഫീച്ചർ വരുന്ന ഡയോഡ് ഏതാണ്? ഇസ് ദ വരാക്ടർ ഡയോഡ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. And last question, tunnel diode is a PN diode with very high doping in P region, very high doping in N region, very high doping in both P and N regions, and low doping in both P and N region. For tunnel diode എന്ന് പറയുന്നത് നമുക്കറിയാം, it is a heavily doped ആയിട്ടുള്ള semiconductor ആണ്. രണ്ട് region-ലും heavily doped ആയിരിക്കും, P-ലും N-ലും heavily doped ആയിരിക്കും. So option C is the correct answer. So different types of diodes എന്നുള്ള MCQ questions ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്തത് നമുക്ക് റെക്ടിഫയേഴ്സ് എന്നുള്ള MCQs ആണ്. സോ നമുക്ക് നോക്കാം. So question number 1, how many diodes are used in three-phase bridge rectifier? Okay, അപ്പോൾ നമുക്ക് റെക്ടിഫയർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം, റെക്ടിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് AC to DC കൺവേർഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ റെക്ടിഫയറിൽ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. അത് നമ്മൾ സിംഗിൾ ഫേസ് ആണ് നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി പഠിക്കുക. അതേപോലെ തന്നെ നമുക്ക് ത്രീ ഫേസിലും റെക്ടിഫയർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ത്രീ ഫേസ് ബ്രിഡ്ജ് റെക്ടിഫയറിൽ എത്ര ഡയോഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ 3, 6, 2, 4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ആൻസർ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിലാണെങ്കിലും ഫുൾ വേവ് റെക്ടിഫയറിൽ സിംഗിൾ ഫേസിലും ത്രീ ഫേസിലും എത്ര നമ്പർ ഓഫ് ഡയോഡ്സ് വേണം എന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം അതിന് റിലേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ നമുക്കൊരു ത്രീ ഫേസ് ഫുൾ വേവ് ഡയോഡ് റെക്ടിഫയർ നമ്മൾ അതിന്റെ ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ത്രീ ഫേസിൽ 3 വയർ AC സപ്ലൈ, അതിനകത്തുള്ള ഡയോഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്ര നമ്പർ ഓഫ് ഡയോഡ്സ് ഉണ്ട് നോക്കാം. എത്രയുണ്ട്? 1, 2, 3, 4, 5, 6 6 ഡയോഡ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതില് 2 പെർ ഈച്ച് ഫേസ്, അങ്ങനെയാണ് അത് നമ്മൾ 6 ഡയോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 per each, that is 2 per phase. അങ്ങനെയാണ് നമുക്ക് 6 ഡയോഡ്സ് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ആക്ച്വലി ഒരു 3 phase full wave rectifier is obtained by using 2 half wave rectifier circuits. ഓക്കെ, രണ്ട് ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ 3 phase full wave rectifier നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡയോഡ്സ് എത്രയാണ് യൂസ് ചെയ്യുന്നത്? 6 ഡയോഡ്സ് ആണ് ഒരു 3 phase bridge rectifier നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, next question, the graph represents the output of it. Option full wave rectifier with the cosine wave as input. Option B half wave rectifier with the sine wave as input. Option C full wave rectifier with the sine wave as input. And option D half wave rectifier with the cosine wave as input. അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൈക്കിൾസ് ഇതിനകത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം ഹാഫ് വേവ് റെക്ടിഫയർ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവിടെ എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് സൈൻ വേവ് ആസ് ഇൻപുട്ട് ഓർ കൊസൈൻ വേവ് ആസ് ഇൻപുട്ട്, അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ട് ഓപ്ഷനിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സൈൻ വേവിനെ കുറിച്ചും കോസ് വേവിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു ആൻസർ ചെയ്യാൻ നമുക്ക് വേണ്ടത്. അതിന് മുന്നേ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് പറയാം. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഒരു സർക്യൂട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഏതാണ്? ഒരു സിംഗിൾ ഹാഫ് മാത്രം അലോ ചെയ്തിട്ട് ഒരു ഹാഫ് സൈക്കിളിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഹാഫ് വേവ് റെക്ടിഫയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതിന് നമ്മൾ പോസിറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നും, നെഗറ്റീവ് സൈക്കിൾസ് മാത്രം കിട്ടുകയാണെങ്കിൽ നെഗറ്റീവ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിൽ സൈൻ വേവ് ആണോ കോസ് വേവ് ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നോക്കാം. സോ നമുക്കറിയാം അതിന്റെ വാല്യൂസ് വെച്ച് നമുക്കറിയാം. ഇപ്പൊ ഒരു സൈൻ വേവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. അതേസമയം ഒരു കോസ് വേവിന്റെ റെപ്രസെന്റേഷൻ രണ്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രം ദ സീറോ, അതായത് നമുക്ക് എന്താണ് സൈൻ 0 ആണെന്നും കോസ് 0 1 ആണെന്ന് പറയാം. ആ ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏതാണ് പറയാ? ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് സൈൻ വേവ് ആസ് ഇൻപുട്ട് ആണോ കോസ് വേവ് ആസ് ഇൻപുട്ട് ആണോ? യെസ്, ഇറ്റ് ഈസ് എ ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് സൈൻ വേവ് ആസ് ഇൻപുട്ട്. അപ്പൊ റെക്ടിഫയറിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും അതേപോലെ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് ഒരു സൈൻ വേവ് എന്താ കോസ് വേവ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് പഠിച്ചു മറക്കേണ്ട കാര്യങ്ങളല്ല. അപ്പോ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ.
അടുത്ത question, the equivalent DC output voltage of a full wave rectifier is dash the equivalent DC output voltage of a half wave rectifier. ഒരു full wave rectifier DC output voltageും അതുപോലെ തന്നെ ഒരു half wave rectifier DC output voltageും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു half wave rectifier ഒരു ഔട്ട്പുട്ടും ഒരു full wave rectifier ഔട്ട്പുട്ടും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു full wave rectifier produces an output during both half cycles അല്ലെ, രണ്ട് half cycles അതിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. So it is twice as many positive half cycles as a half wave signal. half wave സിഗ്നലിന്റെ ട്വൈസ് ആയിരിക്കും അതിനകത്ത് വരുന്ന സൈക്കിൾസ് എന്ന് പറയുന്നത് അല്ലെ, സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം the equivalent DC output voltage of a full wave rectifier is double the equivalent DC output voltage of a half wave rectifier. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി is the correct answer. Okay. Next question, a 50 Hz 230 volt is applied to a full wave rectifier. Its output frequency is. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫ്രീക്വൻസി അറിഞ്ഞിരിക്കണം. ഒരു റെക്ടിഫയറിൽ നമ്മളിപ്പോ ഇതൊരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഇൻപുട്ട് സിഗ്നൽ ആണ്. സോ ഇതിൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും, അതിന്റെ ഡി സി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫുൾ വേവ് റെക്ടിഫയറിൽ പോസിറ്റീവ് സൈക്കിൾസ് ഉണ്ടാവും, നെഗറ്റീവ് സൈക്കിൾസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും അല്ലെ, ഇതിന്റെ ഫ്രീക്വൻസി ട്വൈസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി, ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഫ്രീക്വൻസി എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 50 ഹെർട്സ് ആണ് ഇൻപുട്ട് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 into 50, ദാറ്റ് ഈസ് 100 ഹെർട്സ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. And the last question, which of the following is a type of rectifier? ഇതിൽ ഏതാണ് റെക്ടിഫയർ ടൈപ്പ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ precision half wave rectifier, option B bridge rectifier, option C peak rectifier, and option D none of the above. So see here, precision half wave rectifier ഉണ്ട്, bridge rectifier ഉണ്ട്, peak rectifier ഉണ്ട്. അപ്പൊ ഇതിൽ ബ്രിഡ്ജ് റെക്ടിഫയർ എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. പിന്നെ പ്രിസിഷൻ ഹാഫ് വേവ് റെക്ടിഫയറും പീക്ക് റെക്ടിഫയറും ടൈപ്പ് ഓഫ് റെക്ടിഫയർ ആണോ എന്നുള്ളത് അറിയണം. അപ്പൊ അതിന് ആദ്യം നമുക്ക് എന്തറിയണം, എന്താണ് പ്രിസിഷൻ റെക്ടിഫയർ എന്ന് അറിയണം. അപ്പൊ നമ്മൾ ഈ നോർമൽ നമ്മൾ ഒരു സാധാരണ ഒരു കൺവെൻഷണൽ റെക്ടിഫയറിന്റെ ഒരു മേജർ ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിനകത്ത് ഡയോഡ്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ആ ഫോർവേഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് വരുമ്പോൾ അപ്പോഴല്ലേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. ഡയോഡിന്റെ ഫോർവേഡ് ബയസ് റിവേഴ്സ് ബയസ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയോഡിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആ 0.7 വോൾട്ട് കഴിഞ്ഞിട്ടാണ് ഡയോഡ് എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ട് ചെയ്യുള്ളൂ. അത് തന്നെയാണ് അതിന്റെ ഒരു മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. കാരണം ആ വോൾട്ടേജിന് ബിലോ ഉള്ള ഒരു ചെറിയ വോൾട്ടേജിന് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, കൺവെൻഷണൽ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പ്രോബ്ലം നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് പ്രിസിഷൻ റെക്ടിഫയർ യൂസ് ചെയ്തിട്ടാണ്. അവിടെ നമ്മൾ ഒരു നോർമൽ റെക്ടിഫയറിന്റെ കൂടെ നമ്മൾ എന്ത് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പാമ്പും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. The major limitation of a conventional rectifier is that it cannot rectify AC voltage below forward voltage drop, that is 0.7 volt. The precision rectifier will make it possible to rectify input voltage of a very small magnitude, even less than forward voltage drop. The diode can be used in AM detector where power is negligible and we want the information in the signal. So rectifier circuit used for the circuit detection with op-amp നെയാണ് നമ്മൾ precision rectifier എന്ന് പറയുന്നത്. Okay, so it is also a type of rectifier. ഇനി അടുത്ത ഒന്നാണ് പീക്ക് റെക്ടിഫയർ. പീക്ക് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പീക്ക് ഡിറ്റക്ടർ സർക്യൂട്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് റെക്ടിഫയർ സർക്യൂട്ട് ഗീവ്സ്, നമുക്ക് നോർമൽ റെക്ടിഫയർ സർക്യൂട്ട് ഗീവ്സ് ആവറേജ് വാല്യൂ ഓഫ് ഇൻപുട്ട് സിഗ്നൽ. പക്ഷെ നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് പീക്ക് വാല്യൂ ആവശ്യമായിട്ട് വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്നതാണ് ഈ പീക്ക് ഡിറ്റക്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് സെയിം ആസ് എ ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് ഒരു ഫിൽട്ടർ കപ്പാസിറ്റി കൂടെ വരുന്നതാണ് ആക്ച്വലി നമ്മൾ ഈ പീക്ക് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പീക്ക് റെക്ടിഫയറും പ്രിസിഷൻ റെക്ടിഫയറും ഒക്കെ ടൈപ്പ് ഓഫ് റെക്ടിഫയറിൽ പറയാം. സോ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ആയിട്ട് എന്ത് കൊടുക്കാം, നൺ ഓഫ് ദ അബവ്. ഇതിലെല്ലാം തന്നെ റെക്ടിഫയറിന്റെ ടൈപ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മെഗാ മാരത്തോൺ MCQയുടെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് എന്നുള്ള MCQs നോക്കാം. Question number 1. When the signal is applied, the ratio of change of collector current to the ratio of change of base current. അതായത് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ചേഞ്ച് ഓഫ് കളക്ടർ കറന്റ് ടു ചേഞ്ച് ഓഫ് ബേസ് കറന്റ്, ആ റേഷ്യോ എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? DC current gain, base current amplification factor,
emitter current amplification factor, AC current gain. അപ്പൊ എന്താണ് ratio of change of collector current to ratio of change of base current എന്ന് പറയുന്നത് it is AC current gain, that is delta IC by delta IB എന്ന് പറയുന്നത് AC current gain ആണ്. Option D is the correct answer. Question number 2, for a transistor beta is equal to 100 അങ്ങനെയാണെങ്കിൽ value of alpha. അപ്പൊ നമുക്ക് 3 gains ഉണ്ട് അല്ലെ, ആൽഫ ബീറ്റ അതേപോലെ തന്നെ ഈ 2 ഗെയിൻ അതിന് നമ്മൾ ഓരോ ഇതിലും ഒന്ന് കോമൺ ബേസ് കോൺഫിഗറേഷനിലും ഒന്ന് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലും ആണ് നമ്മൾ പറയുന്നത്. അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്ന ആൽഫ ഗെയിനും ബീറ്റ ഗെയിനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഇക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബീറ്റയുടെ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 0.999 വരും, കാരണം ബീറ്റ 100 ആണ്, 100/101 ആണ് വരിക. അപ്പോൾ നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ആൽഫ ഗെയിൻ എന്ന് പറയുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനിൽ the current gain which is defined as ratio of change in collector current to change in emitter current നെയാണ് നമ്മൾ ആൽഫ ഗെയിൻ എന്ന് പറയുന്നത്. ബീറ്റ ഗെയിൻ എന്ന് പറയുന്നത് അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്, that is the current gain that is defined as the change in collector current to base current, അതിനെയാണ് നമ്മൾ ബീറ്റ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൽഫയും ബീറ്റയും ഇമ്പോർട്ടന്റ് ആണ്. ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ ആൽഫ ഇക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ. ആൽഫ ഗെയിൻ എന്ന് പറയുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനിലും ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുമുള്ള കറന്റ് ഗെയിൻസ് ആണ്. Okay. Question number 3, in a transistor the dash is moderately doped and larger in size. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ് എമിറ്റർ ബേസ് കളക്ടർ, അതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷനും അതേപോലെ തന്നെ അതിന്റെ സൈസും എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക, അതിനുശേഷം നമുക്ക് ആൻസറിലേക്ക് വരാം. എമിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ബൈ വിച്ച് കറന്റ് ഫ്ലോ ഇൻ ദ ട്രാൻസിസ്റ്റർ. എമിറ്റർ എന്ന് പറയുന്നത് തന്നെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് പ്രൊവൈഡേഴ്സ് ആണ് എമിറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ട്രാൻസിസ്റ്ററിൽ എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിരിക്കണം. ഓക്കെ, ഇനി ബേസ് റീജിയൻ എന്ന് പറയുന്നത് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് BJTയുടെ വർക്കിംഗ് ആ ഒരു വീഡിയോയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓരോ ഇലക്ട്രോൺസും ഹോൾസും നമ്പർ ചെയ്തിട്ട് അതെങ്ങനെ എമിറ്ററിൽ നിന്നും ബേസിലെത്തി കളക്ടറിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബേസ് റീജിയൻ തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ആക്കി വെക്കേണ്ടത് എന്നുള്ളതിന്റെ റീസൺ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസ് റീജിയൻ ഈസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. പിന്നെയാണ് കളക്ടർ വരുന്നത്. കളക്ടറിന്റെ സൈസ് എന്ന് പറയുന്നത് ലാർജർ ദാൻ, അതായത് ബേസ് റീജിയനേക്കാളും കൂടുതലായിരിക്കും അല്ലെ. സൈസ് ഓഫ് ദ കളക്ടർ റീജിയൻ ഈസ് ലാർജർ ദാൻ ദ 2 other regions. ബേസ് റീജിയനേക്കാളും എമിറ്റർ റീജിയനേക്കാളും ലാർജർ ആയിരിക്കും. അതേപോലെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും, ഇൻ ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് ദ മെയിൻ പർപ്പസ് ഓഫ് കളക്ടർ ഈസ് ടു കളക്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഫ്രം ദ എമിറ്റർ. എമിറ്ററിൽ നിന്നുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കളക്ടറിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഡോപ്പിംഗിന്റെ ആ ഒരു ഇത് എങ്ങനെ പറയാം, എമിറ്റർ ആയിരിക്കും ഹെവിലി ഡോപ്ഡ്, കളക്ടർ മോഡറേറ്റ്ലി ഡോപ്ഡ്, ദെൻ ബേസിലാണ് ഏറ്റവും കുറവ് ലൈറ്റ്ലി ഡോപ്ഡ് ബേസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇൻ ട്രാൻസിസ്റ്റർ ഡാഷ് ഈസ് മോഡറേറ്റ്ലി ഡോപ്ഡ്. അപ്പൊ ഏതാ വരുന്നത്, കളക്ടർ ആണ് മോഡറേറ്റ്ലി ഡോപ്ഡ് ആൻഡ് ലാർജസ്റ്റ് ഇൻ സൈസ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 4, which junction is forward biased when the transistor is used as an amplifier? Transistor amplifier ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ജംഗ്ഷൻ ആണ് ഫോർവേഡ് ബയസ് ചെയ്ത് വെക്കുന്നത്? സോ എമിറ്റർ ബേസ്ഡ്, ഇപ്പൊ നമ്മളൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞ എമിറ്റർ ബേസ്ഡ് ജംഗ്ഷൻ ആണ് നമ്മൾ എങ്ങനെ വെക്കുന്നത്, ഫോർവേഡ് ബയസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്തിട്ടായിരിക്കും വെക്കുക ആക്റ്റീവ് സ്റ്റേറ്റിൽ. ഓക്കെ, ഒരു CE ആംപ്ലിഫയറിന്റെ ഫിഗർ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ, എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണ് ഫോർവേഡ് ബയസ് ചെയ്ത് വെക്കുന്നത്. Question number 5, if IE is the current entering the emitter, IB is the current leaving the base and IC is the current leaving the collector in a PNP transistor used for amplification, what is the relation between IE, IB and IC? Emitter current, base current, collector current. അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, IE is equal to IB plus IC ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷനിൽ പക്ഷേ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള റിലേഷനാണ് തന്നിരിക്കുന്നത്. IE ലെസ് ദാൻ IC ആയിരിക്കോ? ആയിരിക്കില്ല. കാരണം IE is equal to IB plus IC എന്നാണ് നമുക്ക് ഇക്വേഷൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് IE ഒരിക്കലും IC യെക്കാളും കുറവായിരിക്കില്ല. IC ലെസ് ദാൻ IB,
അതുമല്ല, ബേസ് കറണ്ട് അല്ല കളക്ടർ കറണ്ടിനേക്കാൾ കൂടുതൽ. ഇനി IB ലെസ് ദാൻ IC. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ IE ലെസ് ദാൻ IB പ്ലസ് IC. അതായത് എന്താ തന്നിരിക്കുന്നത്? IE ലെസ് ദാൻ IB പ്ലസ് IC. അത് ഒരിക്കലും വരില്ല, കാരണം IE is equal to ആണ് നമുക്ക് IB പ്ലസ് IC എന്ന് വരുന്നത്. IB ലെസ് ദാൻ IC is the correct answer. അല്ലെ? ബേസ് കറണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും കുറവുണ്ടാവുക. കളക്ടർ കറണ്ടിനേക്കാൾ കുറവാണ് നമുക്ക് ബേസ് കറണ്ട് വരിക. സോ IB ലെസ് ദാൻ IC എന്നാണ് കറക്റ്റ് ആൻസർ വരിക. Question number 6. In a CE transistor amplifier, if the amplification factor is 150 and the collector voltage is 4 volt and resistance is 2 kilo ohm and VB is 1.4 volt, what should be the value of RB given that the DC base current is 10 times the signal current? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ 150 തന്നിട്ടുണ്ട്, കളക്ടർ വോൾട്ടേജ് 4 വോൾട്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് 2 കിലോ ഓം തന്നിട്ടുണ്ട്, പിന്നെ ബേസ് എമിറ്റർ വോൾട്ടേജ് ഒരു 1.4 വോൾട്ട് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് റെസിസ്റ്റൻസ് RB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഇപ്പം നോക്കൂ, കളക്ടർ വോൾട്ടേജ് അറിയാം അല്ലെ, 4 വോൾട്ട് ഉണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 2K. അപ്പൊ അത് വെച്ച് ആദ്യം നമുക്ക് കളക്ടർ കറണ്ട് IC കണ്ടുപിടിക്കാം. കളക്ടർ കറണ്ട് IC കണ്ടുപിടിക്കാം. IC is equal to എന്ത് വരും? I is equal to V by R, that is 4 volt by 2K എന്ന് പറയുന്നത് 2 മില്ലി ആംപിയർ കിട്ടും. ഇനി പിന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന DC ബേസ് കറണ്ട് ആണ് 10 ടൈംസ് സിഗ്നൽ കറണ്ട് എന്നൊരു ഇത് പറയുന്നത് ഒരു ഹിന്റ് ആണ്. അപ്പോ അതിന് നമുക്ക് മനസ്സിലാക്കണം, നമ്മളിവിടെ എന്ത് കണ്ടുപിടിക്കണം? സിഗ്നൽ കറണ്ട് ത്രൂ ബേസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ബേസ് DC ബേസ് കറണ്ട് ആണ് 10 ടൈംസ് സിഗ്നൽ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സിഗ്നൽ കറണ്ട് ത്രൂ ബേസ് അറിയണ്ടേ? അപ്പൊ നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്. ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ തന്നിട്ടുണ്ട് 115 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ബീറ്റ ഈക്വൽ ടു IC ബൈ IB ആണെന്ന് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് IC യും നമുക്കറിയാം. അപ്പൊ IB കണ്ടുപിടിക്കാലോ. IB ഈക്വൽ ടു IC ബൈ ബീറ്റ. IC എന്ന് പറയുന്നത് 2 മില്ലി ആംപിയർ ഡിവൈഡഡ് ബൈ 150. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.013 മില്ലി ആംപിയർ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ DC ഇവിടെ എന്താ തന്നെ, given that DC base current is 10 times the signal current എന്നാണ്. അപ്പൊ DC base current എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.13 മില്ലി ആംപിയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? RB, അതായത് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയണം? അവിടുത്തെ ആ വോൾട്ടേജ് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ VB നമുക്ക് 1.4 വോൾട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 4 കളക്ടർ വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പൊ VC മൈനസ് VB വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ വോൾട്ടേജ്, അതായത് ബേസിന്റെ അവിടെയുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കാം. 4 മൈനസ് 1.4 ചെയ്താൽ അത് കിട്ടും. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? ബേസ് കറണ്ട് ഉണ്ട് അല്ലെ? ബേസ് കറണ്ട് നമുക്ക് DC ബേസ് കറണ്ട് കിട്ടിയിട്ട് 0.13 എന്നുള്ളത്. Just R is equal to V by A. That is 4 minus 1.4 divided by 0.13. That is 20K എന്ന് കിട്ടും. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം പല പല പാരാമീറ്റേഴ്സ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ വളരെ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. In the output characteristics, the resistance is the resistance. ഔട്ട്പുട്ട് ക്യാരിയർ നമ്മൾ BJT ഔട്ട്പുട്ട് ക്യാരിയർ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ കർവിന്റെ എന്താണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് പറയാ? സ്ലോപ്പ് ഓഫ് ദ കർവിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് പറയാം. അതായത് നമ്മൾ ഇതുപോലെയാണ് നമുക്ക് ഔട്ട്പുട്ട് ക്യാരി ഉണ്ടാവുക. അപ്പൊ അതിൽ ഈ ഒരു റീജിയന്റെ ഓക്കെ, ഈ റീജിയന്റെ ലീനിയർ പാർട്ട് ഓഫ് ദ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിന്റെ നമ്മള് അതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ് റെസിസ്റ്റൻസ് ആയിട്ട് വരിക. കാരണം നമ്മൾ എക്സ് ആക്സിസിൽ എന്താ എടുക്കുന്നത്? വോൾട്ടേജും വൈ ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്? കറണ്ടും ആണ് എടുക്കുന്നത്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y by x ആണ് അല്ലെ? സ്ലോപ്പ് എന്ന് പറയുന്നത് y by x ആണ്, അതായത് കറണ്ട് ബൈ വോൾട്ടേജ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. അപ്പൊ എന്താ വരിക? റെസിപ്രോക്കൽ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ കർവ്. Question number 8. As the temperature of a transistor goes up, the base emitter resistance. ഒരു ട്രാൻസിസ്റ്ററിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബേസ് എമിറ്റർ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? ഇറ്റ് ഡിക്രീസസ്. ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, when there is no voltage applied, there will be a diffusion current between N and P material. Okay, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. So there will be resistance between base and emitter, which is called, അതിനെയാണ് നമ്മൾ ബേസ് എമിറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസ് എമിറ്റർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ബേസ് എമിറ്റർ റെസിസ്റ്റൻസും കുറയാണ് ചെയ്യുന്നത്. Okay. Question number 9. In amplifier circuit, biasing of transistor is necessary.
നമുക്കറിയാം ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മൾ ട്രാൻസിസ്റ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബയസ് ചെയ്യുന്നുണ്ട്. ആ ബയസിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ, ഫിക്സ് ദ വാല്യൂ ഓഫ് കറന്റ് ആംപ്ലിഫിക്കേഷൻ. ഓപ്ഷൻ ബി, എസ്റ്റാബ്ലിഷ് suitable DC working condition. Option C, ensure that transistor is saturated. And option D, ensure that transistor is cut off. അപ്പൊ എന്തിനാണ് നമ്മൾ ബയസിങ് എന്ന് പറയുന്നത്, എന്തിനാണ്, കറന്റ് ആംപ്ലിഫിക്കേഷൻ ആ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. വെച്ചാൽ പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയസ് ചെയ്യുന്നത്. നീഡ് ഫോർ ബയസിങ് ആൻഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഐഡിയ മനസ്സിലാവും. The need of providing DC biasing is to obtain a DC collector current at a certain collector emitter voltage. Okay, അപ്പൊ അതിൽ നമ്മൾ ഒരു പോയിന്റ് നമ്മൾ പറയും. ആ പോയിന്റിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്വിസന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയസിംഗ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ബയസിംഗ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. And the last question, most of the majority carries from the emitter. Option A, recombine in the base. Option B, recombine in the emitter. Option C, pass through the base region to the collector. And option D, none of the above. അപ്പോ എമിറ്ററിൽ നിന്ന് വരുന്ന മെജോറിറ്റി കാരിയേഴ്സ് എന്താണ് ചെയ്യുന്നത്, ബേസിലെത്തി റീകമ്പൈൻ ചെയ്യുന്നു, എമിറ്ററിൽ തന്നെ റീകമ്പൈൻ ചെയ്യുന്നു, പാസ് ത്രൂ ബേസ് ടു കളക്ടറിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഇത് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട്. അതിലപ്പോ ഓരോ ഇലക്ട്രോൺസും എങ്ങനെ പോകുന്നു, എങ്ങനെ റീകമ്പൈൻ ചെയ്യുന്നു എന്നൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ട്രാൻസിസ്റ്ററിന്റെ വർക്കിങ്ങിന്റെ വീഡിയോയിൽ. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മളുടെ മെജോറിറ്റി കാരിയേഴ്സ് ഇവിടെ നിന്ന് ബേസിൽ പോയിട്ട് അവിടുന്ന് കളക്ടറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എമിറ്റർ ബേസ് കളക്ടർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാതെ കറക്റ്റ് ആയിട്ട് അതിൽ എങ്ങനെയാണ് ആ ഓരോ ഇലക്ട്രോണും മൂവ് ചെയ്യുന്നത് എന്നുള്ളത് വർക്കിംഗ് ആ ഒരു വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ബേസ് റീജിയൻ തിൻ ആവുന്നു, എങ്ങനെയാണ് ആ ഓരോ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനും വാല്യൂ വന്നത് എന്നുള്ളതടക്കം ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ആ വീഡിയോ കൂടെ കാണും. ഓക്കെ, താങ്ക് യു. സോ ഈ ഒരു നിയർലി 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം.